പാലപ്പൂക്കൾ. നിറവേറ്റാത്ത പ്രേമസങ്കല്പം. നിലാവുള്ള രാത്രികളിൽ ഏഴിലമ്പാലകൾ പൂത്ത രൂക്ഷമായ മണം ചിലർക്കിഷ്ടമാണ്. കുറച്ച് നേർത്ത മണമായിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു. ചില ആളുകൾ പരിസരത്ത് നിന്ന് മാറിപ്പോകാറുമുണ്ട്. പാലപൂത്ത മണം യക്ഷികളുടെ വരവിന്റെ നാന്ദിയാണെന്ന് ഐതിഹ്യ കഥകളുണ്ട്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പുരുഷന്മാരെ യക്ഷികൾ ആകർഷിക്കുകയും മുറുക്കാനായി ഇത്തിരി ചുണ്ണാമ്പ് ചോദിച്ച് അവരെ പാട്ടിലാക്കി ചോര കുടിക്കുമെന്നും മാംസം കടിച്ചു തിന്നുമെന്നും പഴങ്കഥകളിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. യക്ഷികൾ ഭൂമിയിലേക്ക് എന്തിനു വരുന്നു? അവർ പാലമരത്തിലിരിക്കാൻ എന്താണ് കാരണം? ഇവിടെയാണ് പാലപ്പൂവിന്റെ കഥ. വൈശ്രവണൻ എന്ന കുബേരൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ്. കുബേരന്റെ രാജധാനിയാണ് അളകാപുരി. കുബേരന്റെ അനുചരന്മാരായി 1000 യക്ഷന്മാരുണ്ട്. ഇവർ സംഗീതത്തിലും നൃത്തത്തിലുമൊക്കെ താല്പര്യമുള്ളവരായിരുന്നു. വൈശ്രവണന്റെ സഹോദരനാണ് രാവണൻ. അവർ ശത്രുതയിലാണ്. ആൾബലവും കായിക ബലവും രാവണന് കൂടും. ധനത്തിലും പരോപകാരത്തിലും പേര് കേട്ടവൻ കുബേരന്. രാവണന് കുബേരന്റെ സൽപ്പേരിൽ അസൂയയുണ്ടായി. കുബേരനെ ആക്രമിക്കാനും അളകാപുരി കൈവശപ്പെടുത്താനും രാവണൻ പുറപ്പെട്ടു. 2 പേരും യുദ്ധം തുടങ്ങി. അളകാപുരിയിൽ നിന്ന് കുബേരൻ യുദ്ധത്തിനിറങ്ങി. തന്റെ അനുചരനായ ഗന്ധർവന്മാരെ കൊട്ടാരം കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അകത്തളങ്ങളിൽ യക്ഷികളും കാത്തു. ഗന്ധർവന്മാരിൽ പ്രമുഖനായ ചിത്രസേനൻ ചിത്രാംഗതയെന്ന ഗന്ധർവകന്യയുമായി അടുപ്പത്തിലായി. രാത്രി മുഴുവൻ അവർ പാട്ടുപാടിയും നൃത്തം ചെയ്തും കഴിഞ്ഞു. കാലത്ത് കുബേരൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ ചിത്രസേനൻ നല്ല ഉറക്കത്തിലാണ്. രാത്രിയിലെ പാട്ടിന്റെയും നൃത്തത്തിന്റെയും ക്ഷീണം മൂലം അയാൾ അന്തം വിട്ട് ഉറങ്ങുന്നു. വൈശ്രവണന് തന്റെ അനുചരന്റെ കൃത്യവിലോപത്തിൽ കഠിനമായ ദേഷ്യം വന്നു. അദ്ദേഹം ഗന്ധർവനെ തട്ടി വിളിച്ച് ആജ്ഞാപിച്ചു, കൊട്ടാരം കാക്കാൻ ഏൽപ്പിച്ചവൻ സ്ത്രീകളുമായി ഉല്ലസിച്ച് പകലുറക്കം രാത്രി ഉല്ലാസവുമായി കഴിഞ്ഞതുകൊണ്ട് നീ ഇനി ഇവിടെ വേണ്ട. നിന്നെ വിന്ധ്യാപർവ്വതത്തിലേക്ക് നാട് കടത്തുന്നു. നീ പ്രണയിക്കുന്ന ചിത്രാംഗതയെ നീ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ. ചിത്രസേനൻ ഭൂമിയിലെത്തി അലഞ്ഞു നടന്നു. ചിത്രാംഗതയെയും കൂട്ടുകാരികളെയും ഓർത്ത് ദുഃഖിച്ചു. നിലാവുള്ള ഒരു രാത്രി ചിത്രസേനൻ വിന്ധ്യാപർവ്വതത്തിന്റെ താഴ്വരയിൽ ഒരു പാറപ്പുറത്ത് ഏകനായി ഇരുന്നു. ആകാശത്ത് ധാരാളം വെള്ള മേഘങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മേഘങ്ങൾ എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുന്നത്? അളകാപുരിക്ക് സമീപത്തുകൂടി ഇവർ പോകൂലേ? ചിത്രാംഗതയെ കാണുമോ? താൻ ഇരിക്കുന്നതിനടുത്ത് ഒരു പാലമരം നിൽക്കുന്നു. ഹരം പിടിപ്പിക്കുന്ന മണം. ചിത്രസേനൻ ആകാശത്തുകൂടി നീങ്ങുന്ന വെള്ളി മേഘങ്ങളെ നോക്കി ഒരു പിടി പാലപ്പൂക്കൾ വാരി മേഘങ്ങളെ ലക്ഷ്യമാക്കി എറിഞ്ഞു. ചിത്രാംഗതയോട് പറയാനുള്ള സന്ദേശം മേഘങ്ങളോട് പറഞ്ഞു. പ്രിയമുള്ളവളെ, ഈ നിലാവുള്ള ഈ പാലപ്പൂച്ചോട്ടിൽ ഞാൻ നിന്നെയും കാത്തിരിക്കുന്നു. എന്നെ നീ ഓർക്കുന്നുണ്ടോ? ഈ പാലപ്പൂമണം നിന്നിലേക്ക് എത്തുമോ? ചിത്രസേനൻ കാത്തിരിപ്പ് തുടരുന്നു. പാലപ്പൂക്കൾ യക്ഷി കന്യകമാർക്ക് എത്തിയില്ലെങ്കിലും പൂമണം അവരറിഞ്ഞു. നിലാവുള്ള രാത്രികളിൽ അവർ ഭൂമിയിലിറങ്ങി 7 പാലകളിൽ എത്തുകയും പൂമണം ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിത്രസേനൻ ചിത്രാംഗതയെ കണ്ടുമുട്ടിയിരിക്കാനിടയില്ല. നിലാവുള്ള രാത്രികളിൽ വെൺമേഘങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 7 പാലകൾ പൂക്കുകയും പരിമളം പരത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ